ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിൽ ഇന്റലിജൻസ് ബ്യൂറോ നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാനത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള പുരോഗമനപരമായ ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് ജി റാംജി പദ്ധതിയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര നിർദ്ദേശം. ദ്വിതാ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്കായി $450 ദശലക്ഷം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില. പവന് വില 1 ലക്ഷം കടന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ഇന്റലിജൻസ് ബ്യൂറോ നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേരിട്ട നിരവധി ഭീഷണികൾ നിർവീര്യമാക്കാൻ ഐബിക്ക് സാധിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ 38ാമത് ഇന്റലിജൻസ് ബ്യൂറോ ശതാബ്ദി പ്രഭാഷണം നടത്തുകയായിരുന്നു രാഷ്ട്രപതി. During last decade, our security agencies like IB have neutralized numerous threats within the country, and they have demonstrated dominance over the forces that threaten national security. Internal security has enabled our people and the nation to march ahead with greater energy and speed on several paths of growth and development. As a result, India has emerged as one of the fastest growing major economies and is poised to become the third largest economy in the near future. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വതന്ത്ര വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയും ന്യൂസിലാൻഡും വിജയകരമായി പൂർത്തിയാക്കി. ന്യൂസിലാൻഡിലേക്കുള്ള ഇന്ത്യൻ ചരക്ക് കയറ്റുമതിയുടെ തീരുവ പൂർണ്ണമായും ഒഴിവാക്കാൻ മാർഗ്ഗമൊരുക്കുന്നതാണ് സ്വതന്ത്ര വ്യാപാര കരാർ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നിക്ഷേപ പങ്കാളിത്തവും ഇതിലൂടെ കൂടുതൽ ശക്തിപ്പെടും. കരാർ പ്രകാരം അടുത്ത 15 വർഷത്തിനിടെ ന്യൂസിലാൻഡ് $20 ബില്യൺ നിക്ഷേപം ഇന്ത്യയിൽ നടത്തും. രാജ്യത്തെ കർഷകർക്കും സംരംഭകർക്കും വിദ്യാർത്ഥികൾക്കും വനിതകൾക്കും മുന്നിൽ സ്വതന്ത്ര വ്യാപാര കരാർ പുത്തൻ അവസരങ്ങൾ തുറന്നു നൽകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. This is a free trade agreement with New Zealand which will not only include trade, education, R&D and innovation, services sector in a very big way, tourism, sports, particularly to benefit our farmers and dairy through technical collaboration which will help them upgrade quality, productivity and therefore the incomes of our farmers and dairy persons. ആഗോളതലത്തിലെ സുപ്രധാന നിർമ്മാണ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാനത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കും. പട്ടികയിന്മേലുള്ള പരാതികൾ അടുത്ത മാസം 22 വരെ voters.eci.gov.in എന്ന പോർട്ടലിൽ സമർപ്പിക്കാം. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാനാകാത്തവർക്ക് ജനുവരി 22 വരെ ഫോറം 6ൽ അപേക്ഷ നൽകാം. സഹായത്തിനായി 1950 എന്ന നമ്പരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കാൻ എല്ലാ സമ്മതിദായകരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. കേരളത്തിന് പുറമെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലും കരട് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമഗ്ര ഗ്രാമവികസനത്തിനുമുള്ള വികസിത് ഭാരത് ജി റാംജി പദ്ധതിക്കായി 1,51,000 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 100 ദിവസത്തിന് പകരം തൊഴിലാളികൾക്ക് 125 ദിവസത്തെ തൊഴിൽ പദ്ധതിയിലൂടെ നിയമപരമായി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജലസംരക്ഷണം, ഗ്രാമീണ അടിസ്ഥാന സൌകര്യ പ്രവർത്തനങ്ങൾ, ഉപജീവന പ്രവർത്തനങ്ങൾ, ദുരന്ത നിവാരണ നടപടികൾ എന്നീ മേഖലകൾക്കാണ് പദ്ധതിയിൽ പ്രാധാന്യം നൽകുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും മുന്നോട്ടുള്ള പുരോഗമനപരമായ ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് ജി റാംജി പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കയിൽ ദ്വിതാ ചുഴലിക്കാറ്റ് നാശം വിതച്ച പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിന് $450 ദശലക്ഷം പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ശ്രീലങ്ക സന്ദർശനം തുടരുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് കൊളംബോയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. ചുഴലിക്കാറ്റിൽ തകർന്ന വീടുകളുടെയും റോഡ്, റെയിൽവേ, പാലങ്ങൾ എന്നിവയുടെയും പുനർനിർമ്മാണത്തിനായാണ് ഇന്ത്യ സാമ്പത്തിക സഹായം നൽകുന്നത്. ഓപ്പറേഷൻ സാഗർ ബന്ധുവിലൂടെ ശ്രീലങ്കയിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇന്ത്യ മുൻനിരയിൽ പ്രവർത്തിച്ചിരുന്നു. അമേരിക്കയുടെ AST സ്പേസ് മൊബൈൽ
ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹം വിക്ഷേപിക്കാനൊരുങ്ങി ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:54 വിക്ഷേപണം. ISROയുടെ LVM-3 M6 റോക്കറ്റാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുക. ലോ എർത്ത് ഭ്രമണപഥത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹവും ഇന്ത്യയിൽ നിന്ന് LVM-3യിലൂടെ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ പേലോഡുമായിരിക്കും ബ്ലൂബേർഡ് ബ്ലോക്ക് 2. ആഗോളതലത്തിൽ ഉപഗ്രഹത്തിലൂടെ നേരിട്ടുള്ള 4G 5G കണക്ടിവിറ്റി ലഭ്യമാക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ആലപ്പുഴയിലെ നെടുമുടി, കരുവാറ്റ, കാർത്തികപ്പള്ളി, തകഴി, പുറക്കാട് എന്നിവിടങ്ങളിലും കോട്ടയത്തെ കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വെള്ളൂർ എന്നിവിടങ്ങളിലുമാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിച്ച് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുവാനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര 26-ന് വൈകുന്നേരം ശബരിമല സന്നിധാനത്ത് എത്തും. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന തുടർന്ന് നടക്കും. 27-നാണ് മണ്ഡലപൂജ. സമഗ്ര വളർച്ചയ്ക്കും ദേശീയ പരിവർത്തനത്തിനുമായി നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി നയങ്ങളും ദൌത്യങ്ങളും രൂപപ്പെടുത്തുന്നതിൽ ആഗോളതലത്തിൽ മുൻകൈയെടുക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ AI മഹാകുംഭ് ദേശീയ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂളുകളിലും കോളേജുകളിലും AI പാഠ്യപദ്ധതിയുടെ അവിഭാജ്യ ഘടകമായിരിക്കണമെന്നും AIയെ നേരത്തെ പരിചയപ്പെടുന്നത് വിദ്യാർത്ഥികളെ വിമർശനാത്മക ചിന്തയ്ക്കും പ്രശ്നപരിഹാര കഴിവുകൾക്കും പ്രാപ്തരാക്കുമെന്നും ശ്രീ CP രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ ഈ മാസം 26 വരെ അറിയിക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇതാദ്യമായി പവന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ഇന്ന് രാവിലെ 1760 രൂപ വർദ്ധിച്ചതോടെയാണ് 22 കാരറ്റ് സ്വർണത്തിന്റെ വില പവന് 1,16,600 രൂപയിൽ എത്തിയത്. ഈ വർഷം ജനുവരിയിൽ 57,200 രൂപയായിരുന്ന സ്വർണ്ണവിലയാണ് വർഷം അവസാനിക്കാൻ ഒരാഴ്ചയോളം മാത്രമുള്ളപ്പോൾ 1 ലക്ഷം രൂപയും കടന്ന് മുന്നേറുന്നത്. ഇന്നലെ വൈകിട്ട് 99,840 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിച്ചത്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഇപ്പോൾ $4,487. അന്താരാഷ്ട്ര വില $4,500 കടന്നു മുന്നേറിയാൽ ആഭ്യന്തര വിപണിയിൽ കൂടുതൽ ശക്തമായ വിലക്കയറ്റവും ഉണ്ടായേക്കാം. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ബീഹാർ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മേഖലകളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിൽ വായു ഗുണനിലവാരം അതീവ മോശമായ നിലയിലാണ്. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. വൈകുന്നേരം 7-നാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. അവസാന 3 മത്സരങ്ങൾ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഗ്രീൻലാൻഡിനെ യുഎസിന്റെ ഭാഗമാക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിനായി ലൂസിയാന ഗവർണർ ജെഫ് ലാൻഡ്രിയെ പ്രത്യേക പ്രതിനിധിയായി ട്രംപ് നിയമിച്ചു. മേഖലയിലെ റഷ്യൻ, ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കണക്കിലെടുത്താണ് നടപടിയെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. എന്നാൽ ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് ഡെൻമാർക്കും ഗ്രീൻലൻഡും രംഗത്ത് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയുണ്ടാകുന്ന അക്രമ സംഭവങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. എല്ലാ വിഭാഗം പൌരന്മാരുടെയും സുരക്ഷ ബംഗ്ലാദേശ് ഭരണകൂടം ഉറപ്പുവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വിസ സേവനങ്ങളടക്കം താൽക്കാലികമായി നിർത്തിവച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിൽ ഇന്റലിജൻസ് ബ്യൂറോ നിർണായക പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാനത്ത് ഇന്ന് പ്രസിദ്ധീകരിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നുള്ള പുരോഗമനപരമായ ചുവടുവയ്പ്പാണ് വികസിത് ഭാരത് ജി പദ്ധതിയെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം. ദ്വിതാ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്കായി $450 ദശലക്ഷം പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. സർവകാല റെക്കോർഡിൽ സ്വർണ്ണവില പവന് വില 1 ലക്ഷം കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.